അന്റാർട്ടിക്ക വൻകരയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വലിപ്പത്തിൽ 5ാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം അഥവാ വെളുത്ത വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. മഞ്ഞുകൊണ്ട് മൂടിയതിനാലാണ് ഈ പേര് അന്റാർട്ടിക്കയ്ക്ക് വന്നത്. ഏറ്റവും പുരാതനവും ഏകാന്തവുമായ വൻകരയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറിബസ്. ക്വീൻ മൗഡ് പർവ്വതനിര ഭൂഖണ്ഡത്തെ രണ്ടായി വേർതിരിക്കുന്നു. ന്യൂസിലൻഡിൻ്റെ അധീനതയിലുള്ള അന്റാർട്ടിക്കൻ പ്രദേശമാണ് റോസ് കോളനി. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് വിൻസൺ മാസിഫ്. ശാസ്ത്രത്തിനു വേണ്ടിയുള്ള ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നതും അന്റാർട്ടിക്കയെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയറായ ലാംബർട്ട് ഇവിടെ കാണപ്പെടുന്നു. 1981-82 ഇന്ത്യ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യവേഷണം നടത്തി. അവിടെ 2 ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇന്ത്യ സ്ഥാപിച്ചത്. ആദ്യം ദക്ഷിണ ഗംഗോത്രിയും രണ്ടാമത് മൈത്രിയും. പെൻഗ്വിൻസ് ധാരാളമായി അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നു. 1911 ഡിസംബർ 4 നോർവീജിയനായ റൊണാൾഡ് അമുണ്ട്സെൻ ആദ്യമായി ദക്ഷിണ ധ്രുവത്തിലെത്തി. അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങൾ സ്ഥാപിച്ച 20 ഗവേഷണ കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിൽ ഉണ്ട്. ദക്ഷിണ ഗംഗോത്രി, മൈത്രി എന്നിവയാണ് ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രങ്ങൾ. 7 ഭൂഖണ്ഡങ്ങളായിട്ടാണ് ഭൂമിയിലെ കരഭാഗത്തെ തിരിച്ചിരിക്കുന്നത്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയാണ് ഈ 7 ഭൂഖണ്ഡങ്ങൾ.